ഹലോ എവരിവൺ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയമാണ് ദ കളേഴ്സ് ഓഫ് ട്രൂത്ത് റിട്ടൺ ബൈ കിൻഫാൻസിംഗ് നോൺ കിൻബ്രെഹ്. കിൻഫാൻസിംഗ് നോൺ കിൻബ്രെഹിനെ കുറിച്ച് ആദ്യം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. കിൻഫാൻസിംഗ് നോൺ കിൻബ്രെഹ് ഈസ് എ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്. ഹി ഈസ് ഫ്രം മേഘാലയ. ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് മേഘാലയ. ഈസ് ഫ്രം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഹീസ് ബിലോങ്സ് ടു ഖാസി ട്രൈബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലെല്ലാം ഈ ഖാസി ട്രൈബ്സിനെ കുറിച്ചും നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ കുറിച്ചും ഒരുവിധമുള്ള അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഹി റൈറ്റ്സ് പോയട്രി ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഖാസി. He teaches literature at Northeastern Hill University, Nehu, at Shillong. Next, we can discuss about his works. His works are: he's an author of Around the Earth and Khasi Legends. Both of them are based on Khasi oral tradition. ഖാസിയിലുള്ള ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാമൊഴിയായിട്ട് പറഞ്ഞു വരുന്ന ഓരോ കഥകളുണ്ടാവുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് അറൌണ്ട് ദ ഹെർത്ത് ആൻഡ് ഖാസി ലെജൻഡ്സ്. ആൻഡ് ഹീസ് ഓൾസോ ദ എഡിറ്റർ ഓഫ് ഡാൻസിംഗ് എർത്ത് ആൻഡ് ആന്തോളജി ഓഫ് പോയട്രി ഫ്രം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. brings together poems from the region. Next, he has written plays. അദ്ദേഹം പ്ലേസും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് റീസെന്റ് പ്ലേ ആണ് മാനിക്. ഇറ്റ് ഈസ് എൻ 5-act പ്ലേ. പിന്നെ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോൺ കിൻബ്രെഹിന്റെ റൈറ്റിംഗ്സ് എന്തിനെല്ലാം റിഫ്ലക്ട് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കൾച്ചർ മിക്സ് ഓറൽ ട്രഡീഷൻസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ പോയം ദ കളേഴ്സ് ഓഫ് ട്രൂത്ത്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ദ കളേഴ്സ് ഓഫ് ട്രൂത്ത് എന്ന പോയിന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കിൻഫാൻസിംഗ് ഫ്രം നോർത്ത് ഈസ്റ്റ്. അദ്ദേഹം ഒരു നോർത്ത് ഈസ്റ്റേൺ പോയറ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതകളും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് എല്ലാം ആ ഭാഗത്തെ പ്രശ്നങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എന്താ പറയുന്നത് വെച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടുത്തെ നോർത്ത് ഈസ്റ്റേൺ പ്ലേസിലുള്ള ആളുകളുടെ ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ആ ഭാഗത്തുള്ള ആളുകളുടെ ഈ വക സംഭവങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പോയിന്റ്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അവിടെ എന്താണ് ഹിസ്റ്റോറിക്കലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം നോക്കാം. ഹിസ്റ്റോറിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഈ കവിതകളിലെല്ലാം പ്രതിഫലിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്റ്റേറ്റിലുള്ള എന്തെല്ലാം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് അതിനുണ്ട് എന്നതിനെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാനാണ്. അതുപോലെ തന്നെ ചെറിയ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് എഴുതിയാൽ അതിന് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 1905 ദ ബംഗാൾ വാസ് പാർട്ടീഷൻഡ്. 1905 ബംഗാൾ വിഭജിച്ചു. ഓക്കെ, ബംഗാൾ 1905 വിഭജിച്ചു. പിന്നെ 1912 അത് ആ റീജിയൻ എന്തായി മാറി? അതൊരു ഈസ്റ്റ് ബംഗാളായിട്ട് മാറി. ആ റീജിയൻ ഈസ്റ്റ് ബംഗാളായിട്ട് മാറി. പിന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം 1950 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിൽ പോലും ഈ സ്റ്റേറ്റ് എന്തായി? ആസാമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആസാമിന്റെ ഒരു ഭാഗമായി മാറി. ഈ സ്റ്റേറ്റ് സ്വന്തമായിട്ട് അവർക്ക് കിട്ടാണ്ട് ആസാമിന്റെ ഒരു ഭാഗമായിട്ട് ഈ സ്റ്റേറ്റ് മാറി. പക്ഷേ പിന്നീട് 1917 മേഘാലയ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് 1917 മേഘാലയ മാറിയത്. അപ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? 1905 അത് വിഭജിച്ചു. പിന്നെ 1912 ഒരു ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ഭാഗമായി. പിന്നീട് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിൽ പോലും 1950 ഇത് ആസാമിന്റെ ഒരു ഭാഗമായി. പിന്നീട് 1917 മേഘാലയ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയി മാറിയത്. ഇങ്ങനെയായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ചേഞ്ചസും എന്തെല്ലാം ഈ പൊളിറ്റിക്കൽ ചേഞ്ചസ്, സോഷ്യൽ ടെൻഷൻസ്, കോൺഫ്ലിക്റ്റ്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയാലോ, ഒരു സ്റ്റേറ്റിന് വന്ന് ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അതെല്ലാം അവിടുത്തെ ആളുകളെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവരുടെ കവിതകളിൽ നമുക്ക് കാണാം. എല്ലാ മോസ്റ്റ് ഓഫ് ദ റൈറ്റേഴ്സ് ഫ്രം ദാറ്റ് പാർട്ടിലുള്ള മോസ്റ്റ് ഓഫ് ദ റൈറ്റേഴ്സിലും റൈറ്റിംഗിലും ഈ വക സംഭവങ്ങളെല്ലാം പ്രതിഫലിച്ചിട്ടുണ്ടാവും. ഇതാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക? സൊസൈറ്റി ആൻഡ് ട്രൈബ്സ്. ആ ഭാഗത്ത് സാമൂഹികമായിട്ടും ട്രൈബ്സ്, അവിടുത്തെ ഒരുപാട് ട്രൈബ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു റീജിയനാണ് നോർത്ത് ഈസ്റ്റേൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രൈബ്സിനൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അതുപോലെ അവരുടെ സൊസൈറ്റിക്ക് സാമൂഹികമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി നോക്കാം. ഓക്കെ, എന്തുണ്ടായത്? ഈ നോർത്ത് ഈസ്റ്റേൺ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ട്രൈബ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ട്രൈബ്സ്? ഖാസി, ജൈന്തിയ, എഗാരോ, അതൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ഉണ്ടായിരുന്നത്. ഈ പിന്നെ അതുപോലെ തന്നെ ട്രൈബലും അതുപോലെ നോൺ ട്രൈബൽ ആയിട്ടുള്ള ആളുകളും അവിടെ ഒരുമിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ഇതെല്ലാം ഈ ദിസ് ഡൈവേഴ്സിറ്റി സ്ട്രോങ്ലി ഇൻഫ്ലുവൻസസ് ദ റീജിയൻസ് പോയട്രി. ഈ ഡൈവേഴ്സിറ്റി എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ആ റീജിയൻസിന്റെ പോയട്രി ആൻഡ് ലിറ്ററേച്ചറിനെ ഒരുപാട് ഈ ട്രൈബ്സും പിന്നെ നോൺ ട്രൈബലും എല്ലാം ആ സമയത്തെ പോയട്രീനെ ഒരുപാട് മോസ്റ്റ് ഓഫ് ദ പോയറ്റ്സ് ഫ്രം ദാറ്റ് റീജിയൻ ഈ സംഭവങ്ങളെല്ലാം അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് സൊസൈറ്റി ആൻഡ് ട്രൈബ്സ്. സൊസൈറ്റി ട്രൈബ്സും അങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നോക്കാം പൊളിറ്റിക്കൽ. ആ സമയത്ത് എന്തെല്ലാം പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് അവിടെ ഉണ്ടായിരുന്നു നോക്കാം. ആ റീജിയനും ട്രൈബൽ ഗ്രൂപ്പ്സും അതുപോലെ അവിടുത്തെ സ്റ്റേറ്റും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇൻസർജൻസി ആൻഡ് പൊളിറ്റിക്കൽ. ഇൻസർജൻസി ഒരുപാട് കലാപശാലികൾ കലാപം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടായി? പൊളിറ്റിക്കലായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി. പിന്നെ ഇഷ്യൂസ് റിലേറ്റഡ്, പിന്നെ അവരുടെ ഐഡന്റിറ്റിനെ കുറിച്ചിട്ട് അവരുടെ പവറിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഗ്രൂപ്പ്സും സ്റ്റേറ്റും തമ്മിലുള്ള കോൺഫ്ലിക്ട് ഉണ്ടായി. ഇൻസർജൻസി ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രഗിൾസ് അതെല്ലാം അവിടുത്തെ ആളുകൾ ആ സമയത്ത് ഫേസ് ചെയ്ത കാര്യങ്ങളാണ്. അതുമാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം അവരുടെ പോയട്രിയിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അവിടെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കൾച്ചർ, ഓരോ ട്രൈബ്സിനും ഓരോ കൾച്ചേഴ്സ് ആയിരിക്കും. ചില ട്രൈബ്സിന് അവരുടേതായ ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് നോക്കാം. സ്ട്രോങ് ഓറൽ ട്രഡീഷൻ ഉണ്ടാവും. പിന്നെ സ്ട്രോങ് ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ട്രൈബ്സിന് അവരുടേതായ സോങ് ഉണ്ടാവും അല്ലേ, അവരുടേതായ മിക്സ് ഉണ്ടാവും. പിന്നെ അവരുടേതായ പിന്നെ ഉണ്ടാവും സ്റ്റോറീസ് ഉണ്ടാവും. ഇതെല്ലാം ഓരോ ട്രൈബ്സിനും അവരുടേതായ സ്റ്റോറീസും സോങ്സും മിക്സ് എല്ലാം ഉണ്ടാവും. അതെല്ലാം ഈ റൈറ്റിംഗ്സിനെ എഫക്ട് ചെയ്യാനല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അതെല്ലാം എടുത്തിട്ട് കഥകളാക്കാം, പാട്ടുകൾ ഉണ്ടാക്കാം അല്ലേ. ഓരോ ട്രൈബ്സിനും ഓരോ സ്റ്റോറീസും സോങ്സും ഉണ്ടാകുമ്പോൾ അതെല്ലാം എഴുതി വരുമ്പോൾ അവർക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടും. പിന്നെ ഓരോ ട്രൈബ്സിനും ഇറ്റ്സ് ഓൺ ക്രിയേഷൻ മിക്സ്, അവരുടേതായ മിക്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പറഞ്ഞത് ഓറൽ ട്രഡീഷൻ ആൻഡ് റൈറ്റിംഗ്. ഓറൽ ട്രഡീഷൻ ആൻഡ് റൈറ്റിംഗ് എന്താണ്? ഈ സംഭവങ്ങളെല്ലാം
എഴുതി തുടങ്ങിയത്. അന്ന് പഴയ സമയത്ത് ഇതെല്ലാം ഉണ്ടാവും, പക്ഷേ എഴുതി തുടങ്ങിയതെല്ലാം ഇപ്പോൾ ഈ റീസെന്റ് ടൈംസ് ആയിട്ടാണ് ഇതെല്ലാം ആളുകൾ എഴുതാൻ തുടങ്ങിയതും പുറത്തു വരാൻ തുടങ്ങിയതും. പിന്നെ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ചലഞ്ചസ് ഐഡിയ ദാറ്റ് റിട്ടൺ ടെക്സ്റ്റസ് ആർ മോർ ഇമ്പോർട്ടന്റ് സീ ലിവിംഗ് ആൻഡ് കണ്ടിന്യൂസ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് പോകും അല്ലേ, പിന്നെ ആ തലമുറ മറ്റു തലമുറക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഇതെല്ലാം എഴുതി തുടങ്ങിയത്. പിന്നെ റിലീജിയൻ ആൻഡ് ലാംഗ്വേജ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ വന്നത്. ഈ ക്രിസ്ത്യാനിറ്റി വന്നതും പിന്നെ അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നതും അതെല്ലാം ക്രിസ്ത്യാനിറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജും എല്ലാം അവിടുത്തെ റൈറ്റിംഗ്സിലും ലിറ്ററേച്ചറിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റേൺ റൈറ്റിംഗ്സിലുള്ള മാറ്റങ്ങളും നോർത്ത് ഈസ്റ്റേൺ റൈറ്റിംഗ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് ഇറക്കാം. ദ കളർ ഓഫ് ട്രൂത്ത്. കളർ ഓഫ് ട്രൂത്ത് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൻ്റെ നിറങ്ങൾ. കുറച്ച് നിറങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ കവിത എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ഒരുപാട് സോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പോൾ ഈ ടൈമിലെല്ലാം ഉള്ള ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ കവിതയിൽ എന്താണ് അവിടെ ഷില്ലോങ് എന്ന സ്ഥലത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമത്തെയും ശാന്തതയില്ലായ്മയും ഒക്കെ ഒരു ഓപ്പണായിട്ട് കാണിച്ചിരുന്ന ഒരു സംഭവമാണ്. അവിടെ നടക്കുന്ന അക്രമത്തെയൊക്കെ കുറിച്ചിട്ട് പുറം ലോകത്തെ അറിയിക്കാനുള്ള ഒരു കവിതയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത് പുറമെ ഇപ്പോൾ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ടാവും. പുറമെ അവരെ കണ്ട അവർ നമ്മൾ രക്ഷിക്കാൻ വരുന്നവരാണെന്ന് തോന്നും. പക്ഷേ അവരെന്തായിരിക്കും? ശരിക്കും അവർ വിപ്ലവകാരികളും അക്രമകാരികളും എല്ലാം ആയിരിക്കും. അവരെയൊക്കെ എടുത്ത് കാണിക്കുന്ന, അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ഒരു ഐ കണ്ണു തുറപ്പിക്കുന്ന ഒരു കവിതയാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ അധികാരികളുടെ പാവകളായിട്ട്, അതായത് അധികാരികൾ ഇപ്പോൾ പറയുന്നത് അതേപോലെ കേൾക്കുന്ന ആളുകളുണ്ടാവും. അധികാരികൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും മരിക്കാനും തയ്യാറായ ആളുകളുണ്ടാവും അല്ലേ. അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? അവർക്ക് അവരുടെ ജീവിതവും കുടുംബവും എല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അധികാരികൾ അവരെ മുൻനിർത്തിയിട്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതെല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു കവിതയാണ് ഇത്. പിന്നെ അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം, പോയത്തിലേക്ക് പോകാം. ഓക്കെ, ദ കളേഴ്സ് ഓഫ് ട്രൂത്ത് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഓക്കെ, ദ കളേഴ്സ് ഓഫ് ട്രൂത്ത്. ദ സിസ്റ്റർ ഫോൺ കോൾ ഊസസ് ഫ്രണ്ട്ലി വാർണിംഗ്സ്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉറങ്ങും. ഉച്ച ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും. അതിനെക്കുറിച്ചിട്ടാണ് സിസ്റ്റർ എന്ന് പറയുക. അപ്പോൾ ഒരു ഉച്ചമയക്കത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. പിന്നെ ഊസസ് ഫ്രണ്ട്ലി വാർണിംഗ്സ്. ഫ്രണ്ട്ലി വാർണിംഗ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയുള്ള കുറച്ച് വാർണിംഗ്സ്, മുന്നറിയിപ്പുകൾ തരുന്ന ഒരു ഫോൺ കോൾ ആയിരുന്നു അത്. നെക്സ്റ്റ്, ഇൻസർജൻസ് ഹാവ് ഗ്രോൺ. അപ്പോൾ ഈ ഫോൺ കോൾ എന്താണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇൻസർജൻസ് ഹാവ് ഗ്രോൺ ഇൻക്രെഡിബിലി അർബൻ ദീസ് ഡേയ്സ്. ദ ക്വസ്റ്റ്യൻ ഈസ് മസ്റ്റ് വി സബ്റ്റർഫ്യൂജ് ടു ഷീൽഡ് എ പെഡാഗോജിക് ചൂജ്. ഇതെന്താണ് പറഞ്ഞാൽ ഇൻസർജൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കലാപകാരികൾ ഇപ്പോൾ വളരെയധികം പരിഷ്കൃതമായിരിക്കുന്നു. അർബൻ എന്ന് പറഞ്ഞാൽ പരിഷ്കൃതമായിരിക്കുന്നു. പിന്നെന്താണ്? ദ ക്വസ്റ്റ്യൻ ഈസ് മസ്റ്റ് വി സബ്റ്റർഫ്യൂജ് ടു ഷീൽഡ് എ പെഡാഗോജിക് ചൂജ്. ഇത് പറഞ്ഞാൽ ഒരു വിജ്ഞാനിയായ പാവ, അതായത് പെഡാഗോജിക് ചൂസ് എന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാനിയായ പാവ. അത് പറഞ്ഞാൽ ആരുടെയും വിജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിവുള്ള ഒരു പാവ അല്ലെ. ആരുടെയെങ്കിലും അറിവ് എന്തറിവാണ്? ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം, അതാണ് അറിവ്. ആ നിർദ്ദേശപ്രകാരം ചലിക്കുന്ന ഒരു പാവ അല്ലെ. അതിന്റെ നിർദ്ദേശപ്രകാരം പല സംഭവങ്ങളും അക്രമങ്ങളും അങ്ങനെ പലതും ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുക? പെഡാഗോജിക് ചൂസ്, അതായത് ഒരു വിജ്ഞാനിയായ പാവ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഈ ഫോൺ കോളിൽ എന്താണ് പറയുന്നത്? കലാപകാരികളെല്ലാം ഒരുപാട് പരിഷ്കൃതരായിരിക്കുന്നു. പിന്നെ ഈ പാവയെ, ഈ പെഡാഗോജിക് ചൂസിനെ നമ്മൾ സംരക്ഷിക്കാൻ, നമ്മൾ കപടതന്ത്രങ്ങൾ ഉപയോഗിക്കണം. മസ്റ്റ് വി സബ്റ്റർഫ്യൂജ് നമ്മൾ ഉപയോഗിക്കണം. എന്ത് കപടതന്ത്രങ്ങൾ ഉപയോഗിക്കണമോ? എന്തിന്? ടു ഷീൽഡ് എ പെഡാഗോജിക് ചൂജ്. ഒരു വിജ്ഞാനിയായ ഒരു പാവയെ സംരക്ഷിക്കാൻ നമ്മൾ കപടതന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കണമോ എന്ന് ഒരു ഫോൺ കോളിലൂടെ ഒരാൾ പോയറ്റിന്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ എന്താണ് പിന്നെ ഉണ്ടായത്? ഐ ക്ലോസ് മൈ ഐസ് ടേൺ ടുവാർഡ്സ് ദ സൺ. ഞാൻ കണ്ണുകൾ അടച്ചു. പിന്നെ എന്തിനു നേരെ തിരിഞ്ഞു? ടേൺ ടുവാർഡ്സ് ദ സൺ. സൂര്യന് നേരെ തിരിഞ്ഞു. ദ കളർ ഐ സീ ഈസ് ഡിസ്ഗോർജിംഗ് ബ്ലഡ്. അപ്പോൾ കണ്ണടക്കുമ്പോൾ എന്താണ്? കണ്ണടച്ച് സൂര്യന് നേരെ തിരിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ അദ്ദേഹം കണ്ടത് രക്തം ഛർദ്ദിക്കുന്നത് പോലെയുള്ള ഒരു കളറാണ്, ഡിസ്ഗോർജിംഗ് ബ്ലഡ്. ഓക്കെ, അങ്ങനെ ഒരു കളറാണ് അദ്ദേഹം കണ്ടത്. ഇതിന് എക്സ്പ്ലനേഷൻ പിന്നെ പറഞ്ഞുതരാം. ലൈൻ മീനിങ്സ് നോക്കി പോകാം. അപ്പോൾ ഐ ക്ലോസ് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നു. പിന്നെ എന്ത് ചെയ്തു? ഐ ക്ലോസ് മൈ ഐസ് ഷെയ്ഡ് ദം വിത്ത് മൈ പാംസ്. ഞാൻ കണ്ണുകൾ അടച്ചിട്ട് എൻ്റെ ഉള്ളം കൈ കൊണ്ട് എൻ്റെ കണ്ണുകളെ അടച്ചു പിടിച്ചു. അപ്പോൾ എന്താണ്? കളർ ഐ സീ ഈസ് ലൈഫ് എറേസിംഗ് ബ്ലാക്ക്. അപ്പോൾ ഞാൻ കാണുന്ന നിറം എന്താണ്? ജീവിതത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന കറുപ്പ് നിറമാണ് കാണുന്നത്. ദീസ് ആർ ദ കളേഴ്സ് ഓഫ് ഡെസ്റ്റിനി ഓഫ് ഇമ്മ്യൂട്ടബിൾ ട്രൂത്ത്. ഈ കളേഴ്സ് എന്താണ്? ഇമ്മ്യൂട്ടബിൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മാറ്റമില്ലാത്തൊരു സത്യം അല്ലേ. ഇമ്മ്യൂട്ടബിൾ ട്രൂത്തിന്റെ അതിന്റെ വിധി നിശ്ചയിക്കുന്ന നിറങ്ങളാണ് ഇതെല്ലാം. റെഡ് കളറും ബ്ലാക്ക് കളറും എല്ലാം ഒരിക്കലും ഇതെല്ലാം സത്യമാണ് അല്ലേ. എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ ഈ സത്യത്തിനെല്ലാം നമുക്ക് മറക്കാൻ പറ്റില്ല. അതെല്ലാം നിശ്ചയിക്കുന്ന, അതെല്ലാം ഒരു എന്തായിട്ടുള്ള കളറാണ്? ഇമ്മ്യൂട്ടബിൾ, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു നിറങ്ങളാണ് ഇതെല്ലാം അല്ലേ. ആൻഡ് ദ കളേഴ്സ് ഓൾസോ വിത്ത് വിച്ച് വാറിംഗ് പൗസ് ആർ ഡെയിലി ഡെക്കറേറ്റിംഗ് അവർ ടൗൺസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഈ കളേഴ്സ് എല്ലാം തമ്മിലടിക്കുന്ന കാലാൾപ്പടകൾ, അതായത് തമ്മിലടിക്കുന്ന അക്രമികളെ നമ്മുടെ നഗരങ്ങളെ ദിവസേന അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിറങ്ങളും ഇത് തന്നെയാണ്. ഈ നിറങ്ങളൊക്കെ തന്നെയാണ് എന്ത്? ഈ തമ്മിലടിച്ചിരിക്കുന്ന ഈ നിറങ്ങളെല്ലാം ആരാണ് ഉണ്ടാക്കുന്നത്? തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അക്രമികളെ നമ്മുടെ സിറ്റികളെ ഇതിലുള്ള ഡെക്കറേറ്റിംഗ് ടൗൺസ്, നമ്മുടെ ടൗൺസിനെ എല്ലാം അലങ്കരിക്കുന്നത് ഈ നിറങ്ങൾ കൊണ്ടാണ്. ആരാണ് ഈ നിറങ്ങൾ കൊണ്ടെല്ലാം അലങ്കരിക്കുന്നത്? കലാപകാരികൾ അല്ലെ, അക്രമികൾ. അപ്പം ഈ രണ്ട് കളർ, ഒന്ന് പറഞ്ഞാൽ കളേഴ്സ് ഓഫ് ബ്ലഡിന്റെ കളർ റെഡ് കളർ. നെക്സ്റ്റ് എന്താണ്? ബ്ലാക്ക് കളർ ഇതിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മരണം അല്ലെ, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ഇരുട്ട്. ഇതിനെയാണ് ബ്ലാക്ക് കളർ പറയുന്നത്. സെൻട്രൽ തീം ഓഫ് ദ പോയം ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടിയും പീസ്ഫുള്ളും അതുപോലെ അവിടുത്തെ മോറലായിട്ടുള്ള ക്ലാരിറ്റിയും എല്ലാം വയലൻസും ഇൻസർജൻസിയും കാരണം എങ്ങനെ നശിക്കുന്നു എന്നതാണ് പോയത്തിന്റെ സെൻട്രൽ തീം.
ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. സ്റ്റാൻസ ബൈ സ്റ്റാൻസ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു നോർമലായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ ആണ് പറയുന്നത്. ബട്ട് സറൗണ്ടിങ് പെട്ടെന്ന് തന്നെ ചുറ്റുപാടുകളെല്ലാം മാറുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിലൂടെ വയലൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ കാംനെസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാണിംഗ് ഫോൺ വരുന്നു. പിന്നെ അതിൽ തന്നെ ആ റീജിയൻസിലുള്ള ആളുകളുടെ ഫിയറും അൺട്രസ്റ്റും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു. അത് അവരുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ ഫിയേഴ്സ് കാണാൻ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ അവിടെ ലേസിനെസ്സും ആൻഡ് ഡേഞ്ചർ ഇതെല്ലാം എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അവിടെയുള്ള വയലൻസ്, അവരുടെ ഓർഡിനറി ആയിട്ടുള്ള റൂട്ടീനിൽ വയലൻസ് എല്ലാം ഓർഡിനറി ആയിട്ടുള്ള റൂട്ടീനിൽ ഇത് കാണാൻ പറ്റുന്ന വയലൻസ് ആണ്. പിന്നെ ഡിസിസ്റ്റ എന്നുള്ള വേർഡ് കൊണ്ടും ലേസിനെസ് പിന്നെ ഡേഞ്ചർ എന്നുള്ള വേർഡ് കൊണ്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് സ്റ്റെൻസിൽ പറയുന്നത് എന്താ, ഇൻസർജൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻസർജൻസ് എന്ന് പറഞ്ഞാൽ കലാപകാരികളുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. കലാപകാരികൾ എങ്ങനെയാണ് അവർ നേരിട്ടല്ല വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കലാപകാരികൾ യൂസ് ചെയ്യുന്ന മോഡേൺ ആയിട്ടുള്ള ഫോൺ അതുപോലത്തെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ തരത്തിലുള്ള കലാപങ്ങളെല്ലാം പിന്നെ പറയുന്നത്. അതിൻ്റെ അവർ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതെല്ലാം കലാപമെല്ലാം നടത്തുന്നത് അവർ ഡയറക്റ്റ് ആയിട്ട് അതുപോലെ സൈക്കോളജിക്കലി അർബനൊക്കെ ആയിട്ടാണ് ആളുകളെ നേരിടുന്നത്. അപ്പോൾ പോയിട്ട് അതിൽ തന്നെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ ലൈസും ട്രിക്സ് എല്ലാം യൂസ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇവിടെ പോയിട്ട് പെഡഗോജിക് സ്റ്റൂജസ് എന്ന് പറയുന്നുണ്ട്. പെഡഗോജിക് സ്റ്റൂഡ്സ് ഇവിടെ പോയിട്ട് പറയുന്നത് ആരാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ, അവരെ സപ്പോർട്ട് ചെയ്യാൻ തിങ്കിങ് ലൈസ് ആൻഡ് ട്രിക്സ് എല്ലാം യൂസ് ചെയ്യുന്നവരെയാണ് പെഡഗോജിക് സ്റ്റൂജസ് എന്ന് ഇവിടെ പറയുന്നത്. ഇതുപോലെ ഈ സ്റ്റാൻസ എന്ത് ചെയ്യുന്നത്, കോമൺ പീപ്പിൾസിന്റെ മോറലായിട്ടുള്ള ഒരു കൺഫ്യൂഷനെ ഈ സ്റ്റാൻസ കാണിക്കുന്നുണ്ട്. പിന്നെ തേർഡ് സ്റ്റാൻസ കാണിക്കുന്നത് പോയിട്ട് ഒരു സൗദിന് വേണ്ടിയിട്ട് ഒരു സണ്ണിന് നേരെ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് സണ്ണ് അല്ലെ. അപ്പോൾ സണ്ണിന് നേരെ പോയിട്ട് തിരിയുമ്പോൾ അവർക്ക് പ്രതീക്ഷയല്ല കിട്ടുന്നത്, നേരെ മറിച്ച് അവിടെ ബ്ലഡാണ് കാണുന്നത്, ബ്ലഡിന്റെ റെഡ് കളറാണ് കാണുന്നത്. അതിനർത്ഥം എന്താണ്, അവിടെ പീസ്ഫുൾ അല്ല, നേരെ മറിച്ച് അവിടെ അവർക്ക് ഒരു ഹോപ്പില്ല. അതുപോലെ ഒരു നല്ലൊരു ന്യൂ ലൈഫ് അവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നീട് അദ്ദേഹം അതിനെതിരെ ഒരു പാമ്പ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം കണ്ണ് അടക്കുമ്പോഴും എന്താണ്, അപ്പോഴും പാമ്പ് ഉപയോഗിച്ച് കണ്ണ് അടച്ചു പിടിക്കുമ്പോഴും അവിടെ ഒരു ഹോപ്പ് അവർക്ക് കിട്ടുന്നില്ല. അവിടെ അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത് ഡാർക്ക്നെസ് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, അവരുടെ ഹോപ്പിൽ ഒരു ഓവർ ഷാഡോ വരികയാണ്. അവർക്ക് ഒട്ടും ഹോപ്പില്ലാത്ത ഒരു സ്റ്റാൻസയാണ് ഈ തേർഡ് സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ. അവിടെ ആശകളെല്ലാം അവിടെ വെള്ളി പോയിരിക്കുകയാണ്. ഫോർത്ത് സ്റ്റാൻസയിൽ അതുപോലെ അദ്ദേഹം പോയിട്ട് പാമ്പ് യൂസ് ചെയ്ത് കണ്ണടക്കുകയാണ്. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ബ്ലാക്ക്നെസ് ആണ്. അത് ബ്ലാക്ക്നെസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡെത്ത്, ലോസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ലൈഫ്. ഭംഗിനെ കുറിച്ചിട്ടായിട്ട് എല്ലാവരും വർണ്ണിച്ചിരുന്നത്. ഇപ്പോൾ ഭംഗിനെ കുറിച്ചിട്ടല്ല ആരും പറയുന്നത്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആകെ മാറി. ഇപ്പോൾ അവിടെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ഗണ്ണ്, കില്ലിങ്, അതുപോലെ ബ്ലഡ് ഷെഡ് ഇതെല്ലാം പറയുന്നത്. മുമ്പുള്ള ആളുകളൊന്നും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫല്ല ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. പിന്നെ റൈറ്റേഴ്സ് എല്ലാം ഈ ഒരു ഹാഷ് റിയാലിറ്റിയെ കുറിച്ചിട്ട് അവരെല്ലാം പറയാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ ഹാഷ് റിയാലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലിറ്ററേച്ചർ ഇപ്പോൾ ട്രൂത്ത് ആൻഡ് ട്രൂത്തിനെ കുറിച്ചിട്ടും പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ടും ആണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സ്പേസായി മാറിയിരിക്കുകയാണ്. ഒരിക്കലും ഒരു എസ്കേപ്പ് അല്ല ഇപ്പോൾ ലിറ്ററേച്ചർ. പിന്നെ പറയുന്നത് ഇവിടെ രണ്ട് കളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം, ഏതൊക്കെ കളേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ പോയത്ത് പറയുന്നത്. അപ്പോൾ രണ്ട് കളേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് റെഡ്, ഒന്ന് ബ്ലാക്ക്. റെഡ് ബ്ലഡിനെ കുറിച്ചിട്ടും ബ്ലാക്ക് ഡാർക്ക്നെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ രണ്ട് കളേഴ്സാണ് കളേഴ്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അതുപോലെ പോയിട്ട് ഹോപ്പ്ലെസ് ആണ്, ഡീപ്ലി ഡിസപ്പോയിന്റഡ് ആണ് അദ്ദേഹം. പെയിൻഫുൾ റിയാലിറ്റി പോയിന്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ അദ്ദേഹം ഇമ്മ്യൂട്ടബിൾ ട്രൂത്ത് എന്നാണ് പറയുന്നത്. ഒരിക്കലും മാറാത്തൊരു സത്യം, ഒരിക്കലും ചലനമില്ലാത്തൊരു ഒരു സത്യത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അദ്ദേഹം ഈ പെയിൻഫുൾ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് കളേഴ്സ്, കൾച്ചറിൻ്റെ ലൈഫിൻ്റെ ഒരുപാട് കളേഴ്സ്, ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഗ്രീനറിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കളേഴ്സ്, അതുപോലെ അവിടുത്തെ ആളുകളുടെ കൾച്ചേഴ്സിൻ്റെ കളേഴ്സ് ഉണ്ടാവും, അവരുടെ ജീവിതത്തിൻ്റെ കളേഴ്സ്, ഇതെല്ലാം മാറി, ഇതെല്ലാം ചുരുങ്ങി രണ്ട് കളേഴ്സിലേക്കായിട്ട് ഇതെല്ലാം ചുരുങ്ങിയിരിക്കുകയാണ്. ആകെ റെഡ്, ബ്ലാക്ക് എന്നീ കളർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതാണെങ്കിൽ വയലൻസിനെ സൂചിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് വാറിംഗ് പൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. വാറിംഗ് പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് യുദ്ധം ചെയ്യുന്ന പാവകൾ എന്നാണ് വേർഡ് മീനിങ്. അത് റെഫർ ചെയ്യുന്നത് പീപ്പിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് യൂസ്ഡ് ബൈ പവർഫുൾ ഫോഴ്സസ് യൂസ് ചെയ്യുന്ന പീപ്പിൾസിനെയാണ് വാറിംഗ് പൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അവർ വയലൻസ് അവർ കൺട്രോൾ ചെയ്യല്ല, ബട്ട് വയലൻസ് കൺട്രോൾഡ് ദം. വയലൻസ് അവരെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ദിസ് ഐഡിയ കണക്ട്സ് അഗൈൻ ടു ദ ദിസ് ഐഡിയ ഈ പെഡഗോജിക് സ്റ്റൂജസ് എന്ന് പറയുന്നില്ല, അതിനെ കൂടി കണക്ട് ചെയ്യുന്നത് ഒരു സംഭവമാണ്. വാറിംഗ് പൗണ്ട്സ്, പെഡഗോജിക് സ്റ്റൂജസ്, ഇവരെല്ലാം പോയിട്ട് പറയുന്നത് ഇവരെല്ലാം മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാണ്. ഇവരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സസ്, ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയും പവർഫുൾ ഫോഴ്സസ് ഇവരെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ദേ ആർ മാനിപ്പുലേറ്റിംഗ് ദീസ് ഫോഴ്സസ്. ഈ ഗ്രൂപ്പ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ബ്ലൈൻഡ്ലി ദേ ആർ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഓർഡിനറി പീപ്പിൾസ് ആണ് ഇവിടെ സഫർ ചെയ്യുന്നത്. ബട്ട് അതർ പീപ്പിൾസ് ആർ, മറ്റുള്ള ആളുകളെ ഇതിൽ നിന്നെല്ലാം, ഈ കോൺഫ്ലിക്ട്സിൽ നിന്നെല്ലാം അവർക്കെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പോയം എൻഡ് ചെയ്യുന്നത് ഇനി ട്രൂ കളേഴ്സ്, ആ റീജിയനിലുള്ള ട്രൂ കളേഴ്സ്, ട്രൂത്ത്, പെയിൻ ആൻഡ് ലോസ്, ഇത് മൂന്നാണ് ആ റീജിയനിലുള്ള ട്രൂ കളേഴ്സ്. പിന്നെ അവരുടെ ടൗൺസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കളേഴ്സ് ആയിട്ടാണ്. ഈ കളേഴ്സ് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന രണ്ട് കളേഴ്സ് ആയിട്ട് ആണ് അവരുടെ ടൗൺസ് ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ സെലിബ്രേഷൻ ഇല്ല, ഓൺലി സഫറിങ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയിട്ട് പറയാൻ, ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഡിനേ ചെയ്യല്ല, മറിച്ച് എന്താണ് ട്രൂത്ത് എന്നത് അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ ആ ഹോണസ്റ്റി ആയിട്ട് ആ റിയാലിറ്റീനെ ഫേസ് ചെയ്യുക. അതാണ് ഇപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്.